ഇന്നത്തെ ഉച്ചയൂണിന് ഒരു മോര് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് കുമ്പളങ്ങയും മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് കഷ്ണമാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് കീറിയിട്ടുണ്ട്. പിന്നെ ഒരു അര സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പിട്ട് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒന്ന് സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അമരയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. അത് അരിഞ്ഞിട്ട് ഒരു സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് കടുക് വറുത്തിട്ട് സവാള ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ അമരയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ നന്നായിട്ട് വഴറ്റി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉണക്കമീൻ ഇരുന്നായിരുന്നു, അതപ്പോൾ അത് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിയിൽ കഷ്ണം വെന്ത ശേഷം അരപ്പിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരവിയിട്ട് അതിലേക്ക് അര സ്പൂണ് കുരുമുളകും ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകൊക്കെ ചേർത്തിട്ട് അരച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ ഒരു ഗ്ലാസ് പുളിയുള്ള തൈര് ചെറിയൊരു ഗ്ലാസ് പുളിയുള്ള തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഷ്ണത്തിൽ നല്ല പുളിയൊക്കെ പിടിച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കടുക് വറുക്കാൻ കടുകും ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ പാടെ കടുക് വറുത്തിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മോര് കറിയാണ് ഉച്ചയ്ക്ക്. അപ്പോൾ അമരയ്ക്ക ഉപ്പേരിയും മോര് കറിയും പിന്നെ ഉണക്കമീൻ വറുത്തതുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടരിയുടെ ചോറാണ്, അമരയ്ക്ക ഉപ്പേരിയും പിന്നെ മോരൊഴിച്ച കൂട്ടാൻ, മത്തങ്ങയും കുമ്പളങ്ങയും കൂടിയും മോര് കറി പിന്നെ ഒരു പപ്പടം. അപ്പോൾ ഞാൻ ഉണക്കമീൻ കൂട്ടാത്ത കാരണം പപ്പടമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണിന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.